നല്ല കളർഫുള്ളായിട്ടുള്ള ബസ് 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 ബസ്സിൻ്റെ നല്ല ഭംഗിയാണ് ബസ് കാണാൻ. അവരവരുടെ ലൈറ്റും ഒക്കെ വെച്ച് അതിൻ്റെ അടിയിൽ ഒക്കെ വെച്ച് നല്ല രസമുണ്ട്. മേളിലും ഒക്കെ ആയിട്ട്. പുറകിൽ ആരാണ് ഇരിക്കുന്നത്? ഒരു കുതിരപ്പുറത്തൊരു ചേട്ടനുണ്ടല്ലോ. ശ്രീ തമിഴ് വണ്ടിയാ അല്ലേ? തമിഴ്നാട്ടിലെ വണ്ടിയാ. ഒരു കാലത്ത് നമ്മുടെ വണ്ടികളെല്ലാം ഇങ്ങനെ നല്ല കളർഫുള്ളായിരുന്നു. ഇത് തമിഴ്നാട് റേഷൻ TN ആണല്ലോ. അപ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന് എല്ലാം വെള്ള പെയിൻ്റ് അടിച്ച് കന്യാസ്ത്രീ വരുവായി എല്ലാ നമ്മുടെ ബസ്സുകളും. ഇപ്പം ഇച്ചിരി ലൈറ്റൊക്കെ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു മന്ത്രി ഗണേശൻ വന്ന പിന്നെ. വലിക്കുന്നില്ല കേട്ടോ. ഈ കയറ്റമൊന്നും വണ്ടി വലിക്കുന്നില്ല. നല്ല മുഴുത്ത വണ്ടിയാണ്. അതുകൊണ്ടോ നോ മുഴുത്ത വണ്ടിയാണ്. ആ ഭയങ്കര വണ്ടിയാണ്. മൊത്തം ഇലിമിനേഷനാണ്. കംപ്ലീറ്റ് ഇലിമിനേഷനാണ്. നമ്മുടെ ഇവിടെയും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇച്ചിരി ഇലിമിനേഷനൊക്കെ ആകാം. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നിയമത്തിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളൊന്നും അല്ല. പുറകോട്ട് വരുമോ? നമുക്ക് കയറി പോയാലോ? കയറ്റം പിടിക്കുന്നൊക്കെ ഉണ്ട്. അവരത്ര പരിചയമില്ലല്ലോ ചേച്ചി. തമിഴ്നാട് നല്ല പരന്ന സ്ഥലത്തൂടെ വണ്ടി ഓടിച്ച് പഠിച്ച ആൾക്കാരെ ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്കത് ഓടിച്ച് പരിചയമില്ല. ഇത്രയും കുത്തനെയുള്ള കയറ്റങ്ങളെ. ഇതന്നെ പുത്തൻപള്ളി ജുമാ മസ്ജിദ്, മടുക്കയിലുള്ള മുസ്ലിം പള്ളിയാണ്. ജുമാ മസ്ജിദാണത്. ബസ് പൊക്കോട്ടെ. ബസ്സിൻ്റെ അടിയിലത്തെ ആ ലൈറ്റിംഗ് ഒക്കെ എന്നാ രസമാണ് പെരുന്നാളിന്. പിന്നെ ചില വീട്ടിലെയൊക്കെ ലൈറ്റ് കാണണം. ഭയങ്കര ഇവിടെയൊക്കെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരാണ്. ഒരു ചെറിയ കയറ്റം പോലും ബസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. 20-ലൊക്കെ കയറി പോകുന്നത്. 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ ബസ് പോകുന്നത്. ബസ്സിൻ്റെ വീഡിയോ പിടിക്കാൻ വേണ്ടി നമ്മളും പുറകെ 20 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. സ്കൂട്ടറിൽ ഇവിടുത്തെ ആൾക്കാരാണോ? കൊച്ചിനെ കൊണ്ടൊക്കെ ആശുപത്രി പോവാണോ സംശയമാണ്. നല്ല സ്പീഡിൽ പോവാം. എന്നാണേലും ഈ കയറ്റമാണേലും ഇറക്കമാണേലും എങ്ങനെ കണ്ടോ നമ്മുടെ പാവം ബസ് കിടക്കുന്നുണ്ടോ? വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വെള്ള പെയിൻ്റൊക്കെ അടിച്ച് ഒരു വയലറ്റ് വരയൊക്കെ ആയിട്ട്. എന്തൊരു കഷ്ടം. ആ ബസ്സിനെ പോലെ പൊക്കോണ്ടിരുന്ന, അതിലും ഭയങ്കര റിച്ചായിട്ട് പൊക്കോണ്ടിരുന്ന നമ്മുടെ പാവം ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു അവസ്ഥ. കഷ്ടം കഷ്ടം കഷ്ടം. അതാണ് മാളിക മേളിൽ ഇരിക്കുന്ന മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ ഈ ബസ്സിനേക്കാളും നല്ല മണ്ടയിലും ലൈറ്റും വെച്ച് നല്ല അടിപൊളി സോണിയുടെ JBLന്റെ നല്ല സൂപ്പർ സബ്വൂഫറും ആംപ്ലിഫയറും ഒക്കെ വെച്ച് ഏതായിരുന്നു എൻ്റെ പൊന്നെ ഒരു കാലം. ചെവിയെല്ലാം അടിച്ച് പറിച്ച് ലൈറ്റ്. പണ്ടേ ഞങ്ങൾ ടൂറിന് പോയിട്ടുണ്ടോ, ഏത് ബസ്സാന്ന് ഞാൻ പേര് പറയുന്നില്ല. ഈ ബസ്സിന്റെ ലൈറ്റ് കാരണം രാത്രിയിൽ ഉറങ്ങത്തില്ല. എവിടെയാ പറയാ, കൊടൈക്കനാലിന് പോയാന്ന് തോന്നുന്നു. വ്യാപാരി വ്യവസായിയുടെ ഇതിന് കൊടൈക്കനാലിന് ടൂർ പോയി. പുത്താൻ ബസ് വന്ന ഈ അകത്ത് നമ്മൾ ഇരിക്കുന്നിടത്ത് ലൈറ്റ്, സൈഡിൽ ലൈറ്റ്, മൊത്തത്തിൽ ലൈറ്റ്. എങ്ങനെ നമ്മൾ ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങാൻ വല്ലതും പറ്റും ഈ ലൈറ്റ് കാരണം. ഇതിപ്പോൾ ഈ വണ്ടിക്കകത്ത് ലൈറ്റ് ഇല്ലല്ലോ. മറ്റേത് പോയാൽ നമ്മുടെ ആ പുറത്തേക്ക് പോകുന്ന അവിടെ എല്ലാം ഓരോ ലൈറ്റ് കൂടെ പിടിപ്പിച്ചിരിക്കുക. അപ്പം നമ്മൾ ആ സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് അകത്തോട്ട് ആ ലൈറ്റ് എല്ലാം കൂടെ വരിക. ഞാൻ സായി ഇട്ടിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഞാൻ കണ്ട്. ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഞാൻ ഒരു വിധം വലിച്ചു പറിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇരിക്കത്തില്ല. അത് കൂട്ട് വെട്ടമാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എന്നാലും അടിപൊളിയാണ്. ആ ലേസറൊക്കെ ഇട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ടൂർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എൻജോയ്മെൻറ്റിനും ഒരു ഫ്രീ ഇതിനുമാണല്ലോ ആൾക്കാർ പോകുന്നത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ പോവാണല്ലോ. അപ്പം അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് പോയി. പക്ഷെ ആ എൻജോയ്മെൻറ്റ് നമുക്കറിയാമല്ലോ. ടൂറിൻ്റെ എൻജോയ്മെൻറ്റിൽ പോയിട്ട് പാവം പിള്ളേർ മരിച്ചു പോയതൊക്കെ നമുക്കറിയാം. അതൊക്കെ ശരിയാണ്. അതൊക്കെ യാദൃശ്യമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം ഇങ്ങനെയൊക്കെ ആക്കിയതെന്നും എനിക്കറിയാം. എന്നാൽ ആ വെള്ള ഉടുപ്പിട്ട്
വെള്ളസാരി ഉടുത്ത് പണ്ട് ഈ വെള്ളസാരി ഉടുക്കുന്ന മറ്റേ കെട്ടിയവൻ മരിച്ചു പോയ പിന്നെ വിധവകളായിരുന്നു വെള്ളസാരി ഉടുത്തോണ്ടിരുന്നത്. ഇത് ഈ വിധവകൾ ഉടുക്കുന്ന കൂട്ട് വെള്ളസാരി. ഇപ്പൊ കന്യാസ്ത്രീ വെള്ള ഉടുപ്പിട്ടാലും തലയിലൊരു കറുത്ത മുണ്ടെങ്കിലും ഉണ്ട്. ഇത് അതുപോലും ഇല്ല. അത് ഫുള്ള് വെള്ളം ഇട്ടിട്ട് ഒരു ചെറിയ ഒരു വര മാത്രം. ഇതാണ് ഇവിടെയൊക്കെ നല്ല നാട്ടിൻപുറം കേട്ടോ. നല്ല ഇത് കിടപ്പുണ്ട് കേട്ടോ.